മണക്കാട് ദേശസേവനി വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനം ഡിസംബർ 31-ന്. പൊതുസമ്മേളനം ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 1947 ഓഗസ്റ്റിലാണ് വായനശാല ആരംഭിച്ചത്. 1947 സ്ഥാപിതമായ തൊടുപുഴ താലൂക്കിലെ ആദ്യകാല ലൈബ്രറികളിൽ ഒന്നാണ് മണക്കാട് ദേശസേവനി വായനശാല. വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ സെപ്റ്റംബറിൽ ആണ് ആരംഭിച്ചത്. ഇതിനോടകം വൈവിധ്യമാർന്ന 12 പരിപാടികൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിജയകരമായി നടത്തുവാനും ലൈബ്രറിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ 31-ന് വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. 31-ന് ഞായറാഴ്ച 2:30 മുതൽ മണക്കാട് ജ്യോതിസ് ഓഡിറ്റോറിയത്തിലാണ് ജൂബിലി ആഘോഷ സമാപന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് 2:30-ന് സാംസ്കാരിക സമ്മേളനം ചേരും. ജനറൽ കൺവീനർ PK സുകുമാരൻ സ്വാഗതം ആശംസിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി EG സത്യൻ സ്മരണിക പ്രകാശനം ചെയ്യും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ആവിഷ്കാര മെമ്പർമാരെ ആദരിക്കും. തൊടുപുഴ താലൂക്കിലെ ഏറ്റവും കൂടുതൽ പുസ്തക ശേഖരമുള്ള ഹോം ലൈബ്രറിയുടെ ഉടമ N വിജയൻ മുക്കുറ്റിയും ചടങ്ങിൽ ആദരിക്കും. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A വിജയൻ, മണക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനോയ് B, മണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ജീന അനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.